experience? നമ്മുടെ എക്സ്പീരിയൻസ് വന്നിരിക്കുന്നത് ദുബായ് മോളിലേക്കാണ്. അതെ, ദുബായ് മോളിൽ നമ്മൾ വന്നിരിക്കുന്നത് ഇത്തവണ ഒരു സിനിമ കാണാനാണ്. ആൻഡ് ഈ സ്ക്രീനിങ്ങിൽ ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മൾ മമ്മൂക്ക അഭിനയിച്ചിരിക്കുന്ന റാം ഡയറക്ട് ചെയ്തിരിക്കുന്ന പേരെന്ത് എന്ന സിനിമ കാണാൻ വേണ്ടിയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഈ സിനിമ നേരത്തെ കണ്ട ഒരാളുണ്ട്. ഞാൻ ഈ സിനിമ നേരത്തെ കണ്ടാണ്. സെക്കൻഡ് വാച്ചിങ്. ആൻഡ് ഈ വാച്ചിങ്ങിൽ ഒരു പ്രത്യേകത ഉണ്ട്. കാരണം നമ്മൾ ആക്ച്വലി ഈ സിനിമ കാണാൻ വേണ്ടി പോകുന്നത് കുറെ സ്പെഷ്യൽ കുട്ടികളുടെ കൂടെയാണ്. അപ്പം ഈ പറയുന്ന പോലെ സിനിമ പറയുന്ന കഥ, ഈ കഥയിലെ കഥാപാത്രമായിട്ട് ഒരു പക്ഷെ നമ്മുടെ മനസ്സിൽ ഇനിയിപ്പോ കുറെ മുഖങ്ങൾ കൂടെ ഉണ്ടാകും. വി വിൽ ആക്ച്വലി വാച്ച് ദിസ് മൂവി വിത്ത് ദ ഹെവൻലി ഏഞ്ചൽസ് കിഡ്സ്. എനിവേസ് നമ്മൾ സ്ക്രീനിങ് കണ്ടതിന് ശേഷം നമ്മൾ പക്ഷെ ഇത് നിങ്ങൾ കാണേണ്ട ഒരു ഫിലിമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഡെഫിനറ്റ്ലി ഞങ്ങളൊക്കെ കാണേണ്ട ഒരു ഫിലിമാണ്. ഇറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ദാറ്റ് probably all of you beautifully handle in your life. Firstly, എല്ലാ മക്കൾക്കും ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഒരു വലിയ കാര്യം. സോ ഇതിനകത്ത് പാപ്പായിട്ട് ആക്ട് ചെയ്തത് സാധന. ഇതുപോലെ ഒരു spastic center പോയി you learn how they behave and all of that. I think it is an amazing experience right here because I watched the film with the Kerala people. Apro I watched the film with Rotterdam, Shanghai, because the film was screened all over those places. But for the first time, I'm watching it with the parents, and I think it's such a great experience. And really hats off to all of you. And I really thank everyone who's made this opportunity possible. And what you saw there is reality. Thank you so much for coming. പിന്നെ കുറെയൊക്കെ സിനിമയാണ്. സോ മേ ബി സിനിമയിൽ എപ്പോഴും കുറച്ചൊരു ഡ്രാമ ഒക്കെ ഉണ്ടാവും. I'm sure life is much more beautiful. എസ്പെഷ്യലി ഇവിടെ നമ്മളിന്ന് രാവിലെ ഷോയിൽ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ലൈക്ക് ലോകം എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ്. മറ്റൊരു ലോകം റാം കാണിച്ചു തന്നതിൽ കാണാൻ സാധിച്ചുള്ളത്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ ഫിലിം. ഒരുപക്ഷെ നമ്മളെല്ലാവരും എല്ലാവരും ഈ സിനിമ കാണേണ്ട സിനിമ തന്നെയാണ്. Thank you so much for coming. Thank you so much. The special kids are actually they are more closer to the nature than we are. So avarkku narale, for us we have so many rules in our life. രാവിലെ സമയത്ത് എഴുന്നേൽക്കണം, സ്കൂളിൽ പോകണം, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് പഠിച്ച് കോളേജിൽ പോകണം, പിന്നെ കല്യാണം കഴിക്കണം, പൈസ ഉണ്ടാക്കണം, വീട് വാങ്ങണം. For them it's like it's all there is no rule. So they are living a much more good life than all of us. The director namarthu parnoru karyana. Just thought of just sharing it with you. Yeah. And once again, thank you so much everyone for coming for the screening. அப்புறம் யாருக்கு? என் பொண்ணுக்கு. அப்பாடா. கூட்டு போயிருங்க சார். பாப்பா என்ன பண்ணிட்டு இருக்க? என் வாழ்க்கையில நடந்த சில விஷயங்களை தேர்ந்தெடுத்து இந்த கதையை நான் எழுதுறேன். நீங்க எவ்வளவு நல்ல ஆசீர்வதிக்கப்பட்ட ஒரு வாழ்க்கையை வாழ்ந்துட்டு இருக்கீங்கன்னு நீங்க புரிஞ்சுக்கிறதுக்காக நான் இதை எழுதுறேன். பேரன்போடு அமுதவன். അപ്പോൾ അങ്ങനെ നമ്മൾ പേരൻപ് എന്ന സിനിമയുടെ സ്പെഷ്യൽ സ്ക്രീനിങ് കണ്ട ഒരു ബിഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ലൈഫിൽ എനിക്ക് തോന്നുന്നു നമ്മൾ രണ്ടാമത്തെ പ്രാവശ്യമാണ് സ്പെഷ്യൽ കിഡ്സുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു ബിഗ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഇതിനു മുമ്പ് നമ്മളൊരു സെന്ററിൽ പോയിട്ടുണ്ടായിരുന്നു ദുബായിലുള്ള. എനിക്കൊരു 2 വർഷം മുമ്പായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് രണ്ടാമത്തെ വർഷം, അതായത് 2 വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളൊരു മൂവി എക്സ്പീരിയൻസ്
എക്സ്പീരിയൻസ് ആണ് അവരോട് ഷെയർ ചെയ്യാനായിട്ട് സാധിച്ചത്. ടോക്ക് അബൌട്ട് ദ മൂവി പേരൻപ് എന്ന് പറയുന്ന സിനിമ ഡെഫിനറ്റ്ലി അവരെ കുറിച്ചുള്ള ഒരു ലൈഫ് നമ്മളെല്ലാവരും കാണേണ്ട ഒരു ലൈഫാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണേണ്ട ഒരു സിനിമയാണ് പേരൻപ്. ബ്യൂട്ടിഫുള്ളി ടേക്കൺ. ആൻഡ് മാത്രമല്ല ഈ സിനിമ ഒരു എന്താ പറയുക, വിഷ്വലി ഭയങ്കര രസമുണ്ട് കാണാൻ. ഓരോ ഫ്രെയിമും ഓരോ ഫോട്ടോഗ്രാഫി പോലെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഒരു പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്കയാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകും. കാരണം ആ സിനിമയിൽ ശരിക്കും ഞാൻ വിചാരിച്ചു ഈ സിനിമയിൽ പേരൻപ് എന്താണ് എന്ന് എനിക്ക് തുടക്കം മുതൽ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ആക്ച്വലി പേരൻപ്. സോ സിനിമ അവസാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കമ്പാഷൻ എന്ന വാക്കിന്റെ അർത്ഥമാണ് പേരൻപ്. സിനിമ എന്ന് പറയുന്നത് 12 chapters ആണ്. You have to watch this movie for like 3 reasons. Number 1, ഈ പറയുന്നത് തന്നെ ഈ സിനിമയിൽ എനിക്ക് അസുഖമായിട്ട് സ്പെഷ്യൽ കിഡിയുടെ അഭിനയിച്ചിരുന്ന കുട്ടിയുടെ അഭിനയത്തിന് വേണ്ടി നമ്മൾ ഈ സിനിമ കാണാം. 2 എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി ഈ പേരൻസ് എന്തൊക്കെ അനുഭവിക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി ഈ സിനിമ കാണാം. And third, for the director, Ram, he's done an amazing job by making this movie. And ഈ ഒരു സിനിമയെ ഇത്രയും അധികം ചർച്ചയ്ക്ക് കൊണ്ടുവരികയും ഇത്രയും ഒരു വൈഡ് ഓഡിയൻസിലേക്ക് എത്തണമെങ്കിൽ മമ്മൂക്ക എന്ന് പറയുന്ന ഒരു ആക്ടർ അതിൻ്റെ ഒരു ഭാഗമായതിന് ഒരു വലിയ പാർട്ടുണ്ട്. ഹി ഈസ് എ പേഴ്സൺ ഹു ആക്ച്വലി ടുക്ക് ദ സിനിമ ടു പീപ്പിൾ ലൈക്ക് അസ് ഹു പ്രോബബ്ലി വുഡ് നോട്ട് ഹാവ് ചോസൺ ടു വാച്ച് സം സിനിമ ലൈക്ക് ദാറ്റ്. നമ്മൾ ഈ സിനിമ അങ്ങനെ കുറെ കൂടി ഒരു കമേഴ്ഷ്യൽ ലെവലിലേക്ക് കൊണ്ടുവന്നതിന് മമ്മൂക്ക പറയേണ്ട ആവശ്യമില്ല. അത്രയും ഗ്രേറ്റ് ആക്ടറാണ്. റാമിന്റെ ഇതിന് മുമ്പുള്ള സിനിമ ഇപ്പൊ തങ്കമീനുകൾ എന്ന് പറയുന്ന സിനിമ ഒരു പക്ഷേ കൂടുതൽ ആൾക്കാരിലേക്ക് അത് റീച്ച് ആവാതെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇത്തരത്തിലുള്ള ഒരു ആർട്ടിസ്റ്റിന്റെ ഒരു പ്രസൻസ് ഇല്ലായ്മ ഉണ്ടായിരിക്കും. പക്ഷേ എന്നാൽ പോലും തങ്കമീനുകൾ ഒരുപാട് ആൾക്കാർ കണ്ട സിനിമയാണ്. പക്ഷെ പേരൻപ് അതിനേക്കാളും ഒക്കെ റീച്ചിലെത്തിയ സിനിമയാണ്, ജസ്റ്റ് ബിക്കോസ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു പ്രസൻസ് ഉള്ളതുകൊണ്ട്. മാത്രമല്ല ഈ സിനിമയിൽ മമ്മൂക്ക എന്തുകൊണ്ട് ഈ സിനിമയുടെ ഭാഗമായി എന്നുള്ളത് ഡെഫിനറ്റ്ലി നിങ്ങൾ സിനിമ കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. അദ്ദേഹം ഒരു വളരെ മികച്ച ഒരു നടനാണെന്നുള്ള സംശയമില്ലാത്ത കാര്യമാണ്, അത് പറയേണ്ട കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ പേരൻപ് എന്ന് പറയുന്ന സിനിമയിൽ എന്തുകൊണ്ട് മമ്മൂക്ക എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടു തന്നെ അറിയേണ്ടതാണ്. പ്രത്യേകിച്ച് മമ്മൂക്കയെ കൂടാതെ തന്നെ സാധന എന്ന് പറയുന്ന കുട്ടി വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. സാധനത്തിന് മുമ്പ് തങ്കമീനുകൾ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച് നാഷണൽ അവാർഡ് കിട്ടിയ കുട്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആ കുട്ടി വളരെ നല്ല മെച്യൂർഡായിട്ട് തന്നെ അതിനെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ആ സിനിമയിലെ ക്യാരക്ടർ. പിന്നെ എസ്പെഷ്യലി ഈ സിനിമയിൽ വേറൊരു കാര്യം എടുത്തു പറയേണ്ട സിനിമയുടെ മ്യൂസിക് ആണ്. യുവൻ ശങ്കർ രാജ രാജയുടെ അടുത്ത് വന്ന സിനിമകളിലൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിങ് ജോബ്. കാരണം ഇപ്പം ഇതിനു മുമ്പ് റാമിൻ്റെ കൂടെ വർക്ക് ചെയ്തിരിക്കുന്ന ആളാണ് യുവൻ ശങ്കർ രാജ. ഇപ്പം തങ്കമീനുകളിലെയും ഒക്കെ അത് കട്ടത് തമിഴ് ഈ സിനിമകളുടെ ഒക്കെ മ്യൂസിക് ഡയറക്ടർ യുവൻ ശങ്കർ രാജയാണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വളരെ നല്ലതാണ്. ഇതിലെ പാട്ടുകൾ വന്നു പോകുന്നത് നമ്മളറിയില്ല, സിനിമയുമായിട്ട് ഒത്തുചേർന്നാണ്. പ്രത്യേകിച്ചും കുഞ്ഞ് അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോഴത്തേക്കുണ്ടാകുന്ന ആ പാട്ടൊക്കെ പാട്ടായിട്ട് പൊളിച്ച് നിൽക്കുന്നതേ ഇല്ല, ഭയങ്കര സിനിമയുമായിട്ട് കോറിലേറ്റ് ചെയ്ത് ഇങ്ങനെ കിടക്കുന്ന ഒരു പാട്ട്. അതെ, നമ്മൾ മമ്മൂക്കയെ പറ്റി പറയുന്നു, സാധനയെ പറ്റി പറയുന്നു. ഈ സിനിമയിൽ വളരെ ലിമിറ്റഡ് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നുള്ളൂ. ആ ലിമിറ്റഡ് ക്യാരക്ടേഴ്സിൽ നമുക്ക് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് അതർ ദാൻ മമ്മൂക്ക ആൻഡ് സാധന ഡെഫിനറ്റ്ലി എടുത്തു പറയേണ്ട പേരാണ് അഞ്ജലി അമീറിൻ്റെ പേര്. അഞ്ജലി അമീറും വളരെ മികച്ച രീതിയിൽ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് ഒരു റോള് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ 2 അഞ്ജലിമാരാണുള്ളത്. തമിഴിലെ നടി അഞ്ജലിയും ഉണ്ട്. രണ്ടുപേരും ഭംഗിയായിട്ട് ചെയ്യും. എസ്പെഷ്യലി അഞ്ജലി അമീർ. ആക്ച്വലി അങ്ങനെ ഒരു നമുക്കൊന്നും ഈ സിനിമയെ കുറിച്ച് അങ്ങനെ ഒരു അനുഭവമാണ് ഈ സിനിമ. നമുക്കെല്ലാവരും റിയലൈസേഷൻ ആണ് ഈ സിനിമ. നമ്മുടെ ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ സ്പെഷ്യൽ കുട്ടികളുടെ കൂടെ ഈ സിനിമ കാണാൻ. ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് എഴുതി കാണിക്കുന്ന ഒരു വാചകമുണ്ട്, ദിസ് മൂവി വിൽ മേക്ക് യു പേരൻസ് അണ്ടർസ്റ്റാൻഡ് ഹൗ ബ്ലെസ്ഡ് യു ആർ. സോ നമുക്ക് ഈ ഡെഫിനറ്റ്ലി ഈ സിനിമ പോയി കാണണം, തിയേറ്റേഴ്സിൽ പോയി കാണണം, എങ്ങനെയാണെങ്കിലും ഈ സിനിമ കാണണം എന്നുള്ള കാര്യം മാത്രം ഞങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ സിനിമയുടെ പിന്നിലും ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളവർക്കൊക്കെ ഒരു ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് തിയേറ്ററിൽ പോയി തന്നെ കാണുക. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണത്തെ ബിഗ് എക്സ്പീരിയൻസ് പേരൻപ് തിയേറ്ററിൽ നമ്മുടെ കുട്ടികളോടൊപ്പം തന്നെ ഇരുന്ന് കാണാനായിട്ട് സാധിച്ചത്, അതിനുവേണ്ടി ശ്രമിച്ചത്. And a big kiss to our Mamuka. See you next time. Bye.